ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ അതിലൊരു വിചിത്രമായ, അതേസമയം നിർണായകമായ ഒരു അധ്യായമുണ്ട്. അതാണ് സൈമൺ കമ്മീഷൻ. എന്താണിതിത്ര പ്രത്യേകത എന്നല്ലേ നമുക്ക് നോക്കാം. 1928 ഇന്ത്യയിലെ തെരുവുകളിൽ മുഴങ്ങിയ ഒരു ശബ്ദമുണ്ടായിരുന്നു: സൈമൺ ഗോ ബാക്ക്. ഇതൊരു വെറും മുദ്രാവാക്യമായിരുന്നില്ല കേട്ടോ. അതൊരു രാജ്യത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രതിഷേധമായിരുന്നു. ഒരു ജനത ഒന്നടങ്കം ഒരുമിച്ച് വിളിച്ചു പറഞ്ഞ ഒരു വാചകം. അപ്പോൾ ചോദ്യം ഇതാണ്: വെറുമൊരു കമ്മീഷൻ അല്ലേ? എങ്ങനെയാണ് അതിനൊരു രാജ്യത്തെ മുഴുവൻ ഇത്രയധികം ദേഷ്യം പിടിപ്പിക്കാൻ കഴിഞ്ഞത്? ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് പഠിക്കാൻ വന്ന ഒരു സംഘത്തിനെതിരെ എന്തിനാണ് ആളുകൾ ഒന്നടങ്കം തെരുവിലിറങ്ങിയത്? അതിന്റെ പിന്നിലെ കാരണമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രതിഷേധം എന്തിനായിരുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കമ്മീഷൻ എന്തിനാണ് വന്നതെന്നറിയണം. അവരുടെ ഔദ്യോഗിക ദൗത്യം എന്തായിരുന്നു? ഇതിന്റെ ശരിക്കുള്ള പേര് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു. സംഭവം ഇത്രയുള്ളൂ: 1919 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചില ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഡയാർക്കി എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ശരിക്കും നടക്കുന്നുണ്ടോ, ഇനി എന്തു മാറ്റങ്ങളാണ് വേണ്ടത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് നിയമിച്ചൊരു സമിതിയായിരുന്നു ഇത്. പിന്നെ എന്തുകൊണ്ട് സൈമൺ കമ്മീഷൻ എന്ന് വിളിക്കുന്നു എന്നല്ലേ? സിമ്പിൾ. അതിന്റെ തലപ്പത്തിരുന്നത് സർ ജോൺ സൈമൺ എന്നൊരാളായിരുന്നു. അതുകൊണ്ട് ആ പേര് വീണു. പക്ഷെ ആ പേരിന്റെ പിന്നിലുള്ള കഥ അത്ര സിമ്പിളായിരുന്നില്ല. ഇവിടെയാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു മാരകമായ പിഴവ് പറ്റിയത്. ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ വന്ന ഈ കമ്മീഷന്റെ ഘടനയിൽ, അതിലുണ്ടായിരുന്ന ആളുകളുടെ കാര്യത്തിൽ അതായിരുന്നു പ്രശ്നം. അപ്പോ ഈ കമ്മീഷനില് എത്ര പേരുണ്ടായിരുന്നെന്നറിയോ? ആകെ 7 പേര്. ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഭാവി തീരുമാനിക്കാൻ 7 പേർ. ശരി, 7 ബ്രിട്ടീഷുകാർ. അപ്പോ ഇന്ത്യക്കാരെത്ര പേരുണ്ടായിരുന്നു? 0. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ആ കമ്മീഷനിൽ ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഒരു കമ്മിറ്റി വരുന്നു. പക്ഷെ നിങ്ങളോടോ നിങ്ങളുടെ പ്രതിനിധികളോടോ ആലോചിക്കുന്നില്ല. നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തുന്നേയില്ല. അതൊരു വലിയ അപമാനമായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടത്. ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾ വേണ്ടേ എന്നൊരു ചോദ്യം. അത് ന്യായമല്ലേ? ഈ ഒരൊറ്റ കാരണം മതിയായിരുന്നു രാജ്യത്തെ ഒന്നിപ്പിക്കാൻ. അതുവരെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ വരെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നു. അതായിരുന്നു ആ തീരുമാനത്തിന്റെ പ്രത്യാഘാതം. അപ്പോ ആരൊക്കെയായിരുന്നു ഈ പ്രതിഷേധത്തിൽ ഒന്നിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു. അതുപോലെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗവും അവരോടൊപ്പം ചേർന്നു. 1927 മദ്രാസ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് ഈ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി പാസാക്കി. പിന്നീട് നടന്നത് ചരിത്രമാണ്. 1928 ഫെബ്രുവരി 3 കമ്മീഷൻ ബോംബെയിൽ കാലുകുത്തിയപ്പോൾ അവരെ വരവേറ്റത് സൈമൺ ഗോബാക്ക് വിളികളും കരിങ്കൊടികളുമായിരുന്നു. രാജ്യമെമ്പാടും പ്രതിഷേധം ആളിക്കെത്തി. പക്ഷേ ലാഹോറിൽ വെച്ച് കാര്യങ്ങൾ മാറിമറിഞ്ഞു. അവിടെ നടന്ന സമാധാനപരമായൊരു പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രൂരമായി ലാത്തിച്ചാർജ് നടത്തി. ആൾക്കൂട്ടത്തിൽ പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്ന ലാലാ ലജ്പത് റായും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ആ പരിക്കുകളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. ഒരു നേതാവിന്റെ മരണം, അത് പ്രതിഷേധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. അതൊരു രാഷ്ട്രീയ സമരമെന്നതിലുപരി രാജ്യത്തിന്റെ ഒരു വൈകാരിക പ്രശ്നമായി മാറി. ലാലാ ലജ്പത് റായ് ഒരു രക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ മരണം ഭഗത് സിംഗിനെപ്പോലുള്ള യുവവിപ്ലവകാരികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കൂടുതൽ ശക്തമായി പോരാടാനുള്ള ഒരു കാരണമായി മാറി. അപ്പോ രാജ്യം മുഴുവൻ ഇത്രയധികം എതിർത്ത ഈ കമ്മീഷന്റെ റിപ്പോർട്ട്, അതിനെന്ത് സംഭവിച്ചു കാണും? സ്വാഭാവികമായും അതവർ ഉപേക്ഷിച്ചു കാണും, അല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇന്ത്യയിലെ പ്രതിഷേധങ്ങളൊന്നും അവർ കാര്യമാക്കിയില്ല. സൈമൺ കമ്മീഷൻ അവരുടെ പണി തുടർന്നു. 1930 മെയ് മാസത്തിൽ അവരുടെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോ എന്തൊക്കെയായിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്? പ്രധാനമായും 3 കാര്യങ്ങൾ. 1. പ്രവിശ്യകളിലെ ഡയാർക്കി എന്ന സങ്കീർണമായ ഭരണരീതി നിർത്തലാക്കണം. 2. പ്രവിശ്യകൾക്ക് കൂടുതൽ അധികാരം കൊടുക്കണം, അതായത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി. 3. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്ന വിവാദമായ സിസ്റ്റം അതുപോലെ തുടരാനും അവർ ശുപാർശ ചെയ്തു. ഇനി കേട്ടോളൂ ഏറ്റവും വലിയ വിരോധാഭാസം. ഇന്ത്യക്കാർ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് തെരുവിലെറിഞ്ഞ ഈ റിപ്പോർട്ടാണ് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനാപരമായ വളർച്ചയുടെ അടിസ്ഥാന ശിലകളിലൊന്നായി മാറിയത്. വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ?
ഒന്ന് നോക്കൂ, സൈമൺ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഡയാർക്കി നിർത്തലാക്കുക, പ്രവിശ്യകൾക്ക് സ്വയംഭരണം നൽകുക, ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവരിക. ഈ ആശയങ്ങളെല്ലാം പിന്നീട് വന്ന 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ അതേപടി ഉൾപ്പെടുത്തി. ഈ ആക്ടാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ഒരു ബ്ലൂ പ്രിന്റായി മാറിയത്. അപ്പോ നമ്മൾ എതിർത്ത റിപ്പോർട്ട് തന്നെ നമ്മുടെ നിയമത്തിന്റെ ഭാഗമായി. അപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, ഇന്ത്യയെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അയച്ച ഒരു കമ്മീഷൻ, പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ത്യക്കാരെ കൂടുതൽ ഒന്നിപ്പിക്കുകയും സ്വാതന്ത്ര്യസമരത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. അപ്പോ സൈമൺ കമ്മീഷൻ ശരിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വേഗത്തിലാക്കുകയാണോ ചെയ്തത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.